നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസ് ഊർജിതമായി പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും കാലം കോൺഗ്രസ് പിടിച്ചുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ തന്നെ പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്നായിരുന്നു വാദമെങ്കിലും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുറത്താക്കിക്കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിക്കാനുള്ള കാര്യങ്ങളാണ് നടത്തുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയല്ല, നിരവധി പരാതികൾ വരാനൊരുങ്ങുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യത്തെ പരാതിയിൽ വലിയ പ്രശ്നമില്ലാതെ പിടിച്ചു നിൽക്കാം എന്ന് വിചാരിച്ചപ്പോഴാണ് വീണ്ടും പരാതി എന്ന രീതിയിൽ വീണ്ടും ഒരു കത്ത് KPCC നേതൃത്വത്തിന് ലഭ്യമാകുന്നത്. KPCC നേതൃത്വത്തിന് കത്ത് ലഭ്യമായതുകൊണ്ട് അത് DGPക്ക് കൈമാറിയിട്ടുമുണ്ട്. എന്നാൽ പരാതിക്കാരിക്ക് ഈ വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാവില്ല എന്ന വാദം കൂടി മുന്നോട്ട് വരുന്നുണ്ട്. പരാതിക്കാരിക്ക് വിഷയത്തിൽ പരാതിയില്ലെങ്കിൽ കോടതിയുടെ മുന്നിലെത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം FIR ഇട്ടെങ്കിൽ മാത്രമേ കോടതിക്കടക്കം ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ. FIR ഇല്ലാത്ത ഒരു വിഷയം നിയമത്തിന്റെ പരിധിയിലില്ല എന്നുള്ളത് തന്നെയാണ്. അത് KPCCക്ക് പരാതി കിട്ടിയാലും DGPക്ക് പരാതി കിട്ടിയാലും ആ പരാതിയിൽ FIR ഇടുക എന്നുള്ളതാണ്. ആ പരാതിക്കാരിക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് FIR ഇടാതിരുന്നാൽ ഇവിടെ കാര്യമായ രീതിയിലൊന്നും സംഭവിക്കാനും സാധ്യതയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യത്തിനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാമ്യം കിട്ടുമോ ജാമ്യം കിട്ടാതിരിക്കുകയോ ചെയ്യുമെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രഥമ ദൃഷ്ടിയാ നോക്കിയാൽ ജാമ്യം കിട്ടാനുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാലും ബലാത്സംഗം പോലുള്ള വകുപ്പുകൾ നിലനിൽക്കില്ല എന്ന് തന്നെയാണ് നിയമവിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. പക്ഷേ എങ്കിലും അബോർഷൻ, നിർബന്ധിത ഗർഭചിത്രം എന്ന വകുപ്പ് നിലനിർത്തിയാൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി തന്നെയാണ്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയ രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ ഇപ്പോൾ ജയിലിലാണ്. സന്ദീപിനായി ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേർക്കെതിരെ പല രീതിയിലുള്ള കേസുകൾ എടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ വളരെ കടുത്ത നിലപാടിലേക്ക് കോൺഗ്രസിന് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും തന്നെ പ്രതിസന്ധിയിലാകുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് വേണ്ടി സംസാരിച്ചവരും അയാൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞവരും എല്ലാം തന്നെ കുടുങ്ങുന്ന അവസ്ഥയാണുള്ളത്. യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി തന്നെ നോക്കിയാൽ ഇതിൽ കുറച്ചു പേർക്കെതിരെ ഇപ്പോൾ പരാതി എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ കുറച്ചു പേർ ഈ അതിജീവിതയുടെ പേര് അല്ലെങ്കിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ അതിൽ വളരെ കൃത്യമായി അതിജീവിതയുടെ പേര് എപ്പോൾ മുതലാണ് പുറത്തു വരാൻ തുടങ്ങിയത് എന്ന കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടം സമർപ്പിച്ച ജാമ്യ ഹർജിയുടെ ഭാഗങ്ങൾ, അതിലാണ് ഈ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പലരും പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ചില വിഷയങ്ങൾ വന്നപ്പോഴാണ് ആരാണ് ഏതാണ് എന്നൊക്കെ തിരക്കി ആൾക്കാർ ഈ കുട്ടിയെ കണ്ടുപിടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പലർക്കും വളരെ മുമ്പ് തന്നെ, ഞാനടക്കമുള്ള പലർക്കും ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ ഈ വിഷയങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാം. ആളാരാണെന്നും ഐഡന്റിറ്റി ഒക്കെ അറിയാവുന്നതായിരുന്നു. പക്ഷെ ആ വിഷയത്തിലൊന്നും ഒരു പ്രതികരണവും ഞങ്ങളാരും നടത്തിയിട്ടില്ല. കാരണം അത് ആ പെൺകുട്ടിയുടെ സ്വകാര്യതയെ ഹനിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിരവധി പെൺകുട്ടികൾ ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് വരാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഏറ്റവും പരാജയപ്പെട്ട ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തെ ചികിത്സയ്ക്ക് പോലും കൊണ്ടുപോകേണ്ട അവസ്ഥയുണ്ടോ എന്ന് നമ്മൾ ഈ കഥകൾ വായിക്കുമ്പോൾ, ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണഗതിയിൽ മനുഷ്യരൊക്കെ പെണ്ണ് പിടിക്കാനൊക്കെ പോകാറുണ്ട് ചില പുരുഷന്മാരൊക്കെ. പക്ഷേ എല്ലാവർക്കും വിവാഹ വാഗ്ദാനം നൽകുക, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ പെൺകുട്ടികളും വിവാഹ വാഗ്ദാനം നൽകുമ്പോൾ ആ വിവാഹ വാഗ്ദാനത്തിൽ വീണു പോകുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, നല്ല ഭാഷയിൽ സംസാരിക്കാൻ അറിയുന്ന, ചാനൽ ചർച്ചയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന യുവ MLA ആയ രാഹുൽ മാങ്കൂട്ടം ഒരു വിവാഹ വാഗ്ദാനവുമായി ചെല്ലുമ്പോൾ 90% പെൺകുട്ടികളും പെട്ടുപോകുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് പേർ ഈ വിഷയത്തിൽ പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പലരും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആദ്യം ആരോപണം ഉന്നയിച്ച് നടി പറയുന്നത് കേട്ടു, ഇത് വലിയ രീതിയിൽ ഇന്റർനാഷണൽ തലത്തിൽ പോലും അറിയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എല്ലാവരും പരാതിയുമായി വന്നാലെന്നാണ്. ഏതായാലും ഇത്തരം ഒരു ജനപ്രതിനിധിയെ വേണ്ട എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം തീരുമാനിച്ചിട്ടുണ്ട്. കേസിന്റെ മെറിറ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. തനിക്ക് കിട്ടിയ പദവി, തനിക്ക് കിട്ടിയ അധികാരം, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രമായി ഉപയോഗിച്ചുവെങ്കിൽ അത് അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ്. ഇതിൽ പല ബന്ധങ്ങളും ചിലപ്പോൾ ഒരുപക്ഷെ പരസ്പര സമ്മതത്തോടെയും ആയിരുന്നിരിക്കാം. പക്ഷേ എങ്കിലും ഒരു ജനപ്രതിനിധി പുലർത്തേണ്ട ധാർമ്മിക മര്യാദകളുണ്ട്. ഇത്രയും സമൂഹത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഇയാൾ
ഇയാൾക്ക് എവിടെ നിന്നാണ് ഇത്രയും സമയം, ഇത്രയും സ്ത്രീകളെ ഇങ്ങനെ വേട്ടയാടാനുള്ള സമയം ലഭിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടും സോഷ്യൽ മീഡിയയിൽ നിരവധി സ്ത്രീകൾക്ക് ഇയാൾ മെസ്സേജുകളും അയച്ചിട്ടുണ്ട് എന്നും പറയുന്നു. ഇതിനുള്ള സമയം എവിടെ നിന്ന് ഇയാൾക്ക് ലഭ്യമായി എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇയാൾ എന്തായിരുന്നു ചെയ്തിരുന്നത്, യഥാർത്ഥത്തിൽ ഇയാൾ പൊതുപ്രവർത്തനമായിരുന്നോ ചെയ്തിരുന്നത്, അതോ ഇയാൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചതായിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. PR കൊണ്ട് മാത്രം യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലപ്പോഴും ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടി PR കൂടി നടത്തി പിടിച്ചു നിന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചിരുന്ന ചിലരും ഇപ്പോഴും കോൺഗ്രസിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രാഹുൽ മാങ്കൂട്ടവുമായി വളരെ അടുത്ത് ബന്ധമുള്ള, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏതാണ്ട് ഒരു രക്ഷകർത്തൃത്വം അവകാശപ്പെടാൻ കഴിയുന്ന തരത്തിൽ പാർട്ടിയിലുള്ള ഒരാളാണ് അടൂർ പ്രകാശ്. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശിന് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാത്ത ചില ആൾക്കാരിൽ പ്രത്യേകിച്ച് ഷാഫിയും അതുപോലെ തന്നെ ഈ അടൂർ പ്രകാശും ഒക്കെ ഉണ്ട്. ഷാഫി ഇന്നലെയും ഈ വിഷയവുമായി സംസാരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി പറയുമ്പോൾ തീർച്ചയായും പറയേണ്ട കാര്യം തന്നെയാണ്, പക്ഷെ അത് വേറെ വിഷയമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം മറയ്ക്കാനുള്ള ശ്രമമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത്രയും മാധ്യമങ്ങളടക്കമുള്ളവർ ഇത്തരത്തിലൊരു വലിയ പ്രൊപ്പഗണ്ട ക്രിയേറ്റ് ചെയ്യുന്നത് അത്തരത്തിലൊരു ശ്രമത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിച്ചാൽ ആരെയും കുറ്റം പറയാൻ കഴിയില്ല. കാരണം ശബരിമല വിഷയവും സ്വർണ്ണപ്പാളി വിഷയവും CPM-ന്റെ അതിലെ ആ ഇടപെടലുകളും അല്ലെങ്കിൽ CPM-ന്റെ മെമ്പർമാരായിട്ടുള്ളവരും ഒക്കെ അതിലെ ഇൻവോൾവ്മെന്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുതന്നെയാണ്. അത് മറച്ചു വെക്കാനുള്ള വ്യഗ്രത. മസാല ബോർഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസ് വരാൻ പോകുന്നു, അപ്പോൾ അതിലും രക്ഷപ്പെടേണ്ട സാഹചര്യം. അങ്ങനെ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കാട്ടി മുന്നോട്ട് പോകണമെന്നും CPM ചിന്തിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊക്കെ തന്നെയാണ് ഈ CPM എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ വിഷയമടക്കം നമുക്കറിയാം. ഉമ്മൻചാണ്ടി അടക്കം ഇവിടെ വലിയ രീതിയിൽ, അന്നും ഉമ്മൻചാണ്ടിയുടെ ഭാഗത്ത് നിന്ന ഒരാളാണ് ഞാൻ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയവുമായി ബന്ധമുള്ള ഒരാളേ അല്ല. പക്ഷേ ഉമ്മൻചാണ്ടിയെ പോലൊരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന് നമുക്ക് ബോധ്യമുണ്ട്. അത്രയും നല്ലൊരു പൊതുപ്രവർത്തന പാരമ്പര്യം അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് കമ്പയർ ചെയ്യേണ്ടതില്ല. അത്തരത്തിൽ ഒരിക്കലും യാതൊരു തരത്തിലുള്ള ഒരു കാര്യവും ഒരു നീതിയും അയാൾ അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിയെ വെച്ച് ഒരു കാര്യത്തിൽ ന്യായീകരിക്കുന്നത് പോലും ശരിയായ നിലപാടല്ല എന്നറിയാം. പക്ഷേ എങ്കിലും ഇത് സ്വർണ്ണക്കടത്തും സ്വർണ്ണക്കള്ളയും അതുപോലെ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം CPM-നുണ്ടായ എല്ലാ ഡാമേജും ദൂരീകരിക്കാനുള്ള ശ്രമമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല.